നമസ്കാരം. ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ 2025 സെപ്റ്റംബർ 27 ശനിയാഴ്ച, നവരാത്രി 6-ാം ദിവസം. സർവവിജയവും ധൈര്യവും സൗന്ദര്യവും സമൃദ്ധിയും നൽകുന്ന ദേവി കാത്യായനിയെ ആരാധിക്കുന്നതാണ് നവരാത്രിയുടെ 6-ാം ദിവസം. മഹിഷാസുരനെ സംഹരിക്കാൻ ദേവി പരമേശ്വരിയുടെ 6-ാമത്തെ രൂപമായി അവതാരമെടുത്തു. കാത്യായനി ദേവി മഹർഷി കാത്യായനന്റെ തപസ്സിനാലാണ് ജനിച്ചത്. മഹിഷാസുരവധത്തിനായി വിഷ്ണു, ശിവ, ബ്രഹ്മാദികൾ അവരുടെ ശക്തികളെ സംയോജിപ്പിച്ച് സൃഷ്ടിച്ച രൂപമാണ് കാത്യായനി ദേവി. സിംഹവാഹിനിയായ ദേവി 4 കൈകളോടെ ഭക്തർക്ക് അഭയം നൽകുന്നു. ഒരു കൈയിൽ വാൾ, മറ്റൊന്നിൽ പുഷ്പം, വരദമുദ്രയും അഭയമുദ്രയും. ഭക്തന്റെ ജീവിതത്തിലെ പേടികളൊക്കെ നീക്കാൻ ദേവിയുടെ കരങ്ങൾ എപ്പോഴും ഉയർന്നിരിക്കുന്നു. വിഷ്ണു, ശിവ, ബ്രഹ്മാദികളുടെ ശക്തികൾ കൂട്ടി സൃഷ്ടിച്ച ദിവ്യരൂപമായതിനാൽ ദേവി വിജയദായിനി, വീര്യത്തിന്റെ പ്രതീകം എന്നും അറിയപ്പെടുന്നു. വിശുദ്ധിയുടെ അയനം അല്ലെങ്കിൽ വിശുദ്ധിയിലേക്കുള്ള കണ്ണുകളാണ് കാത്യായനി ദേവി എന്നു പറയുന്നത്. 3 കണ്ണുകളോടുകൂടി നിൽക്കുന്ന ഭഗവതിയാണ്. ശത്രു സംഹാരകയാണ്. സർവ അഭീഷ്ടധാരകയാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും ദേവതയാണ് കാത്യായനി ദേവി. വ്യാഴപ്രീതിക്കായി ദേവിയെ ഉപാസിച്ചാൽ വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. കന്യകമാരായ ചെറിയ പെൺകുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഭഗവതിയാണ് കാത്യായനി ഭഗവതി. വളരെ നല്ല ജീവിതം, ദാമ്പത്യ ജീവിതം, വിദ്യായോഗം, തൊഴിൽ യോഗം എന്നിവയൊക്കെയാണ് ദേവിയെ ഭജിക്കുന്നത് മൂലം കൈവരുന്നത്. ചൊവ്വാദശയിലുള്ളവർ, ചൊവ്വാദോഷമുള്ളവർ, ചൊവ്വയുടെ അപഹാരമുള്ളവർ ഇവരെല്ലാം ദേവിയെ ആരാധിച്ചാൽ ദോഷങ്ങളെ ശമിപ്പിക്കാൻ ഉപകരിക്കുന്നതാണ് എന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവ് കൊണ്ടുള്ള അർച്ചനയാണ് ദേവിക്ക് അഭികാമ്യം. ഈ ദിവസങ്ങളിൽ ദേവിയുടെ നാമം 9, 11, 21 എന്നീ തവണകളായി ജപിക്കുന്നത് ഉദ്ദിഷ്ട സിദ്ധി കൈവരിക്കാൻ ഉത്തമമാണ്. ദേവിയുടെ സ്തോത്രം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. തെറ്റുകൂടാതെ ജപിക്കേണ്ടതാണ്. ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും നിറഞ്ഞൊഴുകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.